காரணமாக சென்னையில் நேற்று இரவிலிருந்து என்னங்கடா பண்றீங்க? இரவிலிருந்து கனமழையானது பெய்து வருகிறது. சென்னையின் பல்வேறு இடங்களிலும் ஒரு அம்மா போகுது தண்ணியில, இதுல வீடியோ பண்ணிட்டு இருக்கியா? ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ റബി ഐബ്രോസ്. ഹൗ ആർ യു ഗായ്സ്? അപ്പോൾ അന്നത്തെ വീഡിയോ കുറിച്ച് പറഞ്ഞാൽ വരുന്നതിനെ കുറിച്ചല്ല, ചെന്നൈയിൽ ഫ്ലഡാണ്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ മുതലൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം വീഡിയോ. ഇതാണ് ഗൈസ് ഫസ്റ്റ് വീഡിയോ. തമിഴ്നാട്ടിൽ തന്നെയാണ്. ആ ഫ്ലഡിൻ്റെ ഇടയിൽ റോഡിൽ കൂടെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഒരു ഉടുമ്പാണെന്നാണ് വിചാരിച്ചത്, പിന്നെ ഞാൻ മനസ്സിലായത് മുതലയാണ്. ഇറ്റ്സ് എ ക്രൊക്കഡൈൽ ഗൈസ്. മുതലയാണ്, സൂക്ഷിച്ചിരിക്കണം. ആൾക്കാർ ആരെങ്കിലും വെള്ളത്തിലൂടെ നടക്കണമെങ്കിൽ സൂക്ഷിക്കണം. മുതലേ ഉണ്ടാവും ചിലപ്പോൾ. കോമഡി ആണെങ്കിലും കുറച്ച് ചിന്തിക്കേണ്ട സംഭവങ്ങളൊക്കെയാണ്. ഒരു കടിയടിച്ചാൽ പിന്നെ നമുക്കും ചെയ്യാൻ പറ്റില്ല, അത് മുതലയാണ്. പിന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഒരു പോയ വീഡിയോയിൽ ബാറിൻ്റെ ഒരു വീഡിയോ ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തില്ല, കാരണം അവിടെ പോയി പെർമിഷൻ ചോദിക്കാൻ പോയപ്പോൾ അവിടെ ഓണർ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ വന്നു, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതായിരുന്നു വന്നത്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ വ്ളോഗോടെ ഇതാണ് റീസൺ. അപ്പോൾ ഒന്നും വിചാരിക്കണ്ട. ചെന്നൈയിൽ ഫ്ലഡാണ്, പോരാത്തതിന് സൈക്ലോൺ വിൻഡ് എന്നൊക്കെ പറയണം. അതിൻ്റെ പേര് മച്ചുവാങ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും അവിടെയുള്ള ഇരിക്കുന്ന എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോയ്ക്ക് പോകാം, അവിടെ സിറ്റുവേഷൻ അറിയിക്കുന്ന വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ഇതാണ് ഗൈസ്. നമ്മുടെ വീഡിയോൻ്റെ ഫസ്റ്റ് കാണിച്ച വീഡിയോ എന്താ പറഞ്ഞാൽ, ഒരു ന്യൂസ് റിപ്പോർട്ടർ ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലഡിൽ തന്നെ കുറേ കോമഡി കണ്ടിട്ടുണ്ടാവും. ഈ ഇത്രയും ഫ്ലഡിൻ്റെ ഇടയിൽ ന്യൂസ് ചെയ്യണവർക്ക് ഹെഡ്സ് അപ്പ് ടു ദ ന്യൂസ് റീഡേഴ്സ് ആൻഡ് ന്യൂസ് റിപ്പോർട്ടേഴ്സ്. ഇതിൽ വേറെന്താ കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ, ഒരു ബസ് കൊണ്ട് വെള്ളത്തിൽ കൂടെ, അതിൻ്റെ താഴെ കൂടെ ഒരു അമ്മ വരുന്നുണ്ട്, വെള്ളത്തിൽ പോയിട്ട് ഒരു അമ്മ വരുന്നുണ്ട്. അത് ഡേഞ്ചറസ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ ന്യൂസ് പറഞ്ഞോളൂ. ഒരു അമ്മ വെള്ളത്തിൽ പെട്ടു, ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതൊന്നും നോക്കണില്ല അവർ. നിങ്ങൾ ന്യൂസ് പറഞ്ഞോളൂ, അവിടെ നടക്കണമെന്ന് പറഞ്ഞോളൂ. ഒന്ന് ഹെൽപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നില്ലേ? ഇതെന്താണിത്? மகேந்திரன், நீங்க தொடர்ந்து இணைப்புல தான் இருக்கீங்க, தகவல்களை பதிவு பண்ணலாம். സോ ശരി, അടുത്ത വീഡിയോ നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് VFXോ ഗ്രാഫിക്സോ ഒന്നല്ല, ഇത് ഒറിജിനലാണ്. അവിടെ വെള്ളപ്പൊക്കം വന്നിരിക്കുകയാണ്, കാറൊക്കെ കണ്ട പറക്കണത്. ഇത് VFX ചെയ്താലും ഇത്ര സൂപ്പറായി കിട്ടില്ല. നമ്മുടെ 2008 മൂവിയിൽ എത്ര ഇല്ല. 2018 അല്ല, സോറി 2010 കൊണ്ടൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നില്ലേ, ലോകം അവസാനിക്കാൻ പോകുന്ന ആ ഒരു മൂവി ഉണ്ടായിരുന്നു. അതിൽ പോലും ഇത്ര എഫക്റ്റ് ഇല്ല. അത് ഒറിജിനലാണ് ഗൈസ്. നമ്മളെപ്പോലെ PG റെൻറ്റിന് വന്നിരിക്കണവർക്ക് കുറച്ച് കുഴപ്പമില്ല, കാരണം അവർ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത്, ടോപ്പ് ഫ്ലോറിലാണ് ഇരിക്കണത്. അപ്പോൾ കുറച്ച് സേഫ് ആയിരിക്കും. പക്ഷേ വീടുള്ളവർ, റോഡിലൊക്കെ ഇരിക്കണവർ, റോഡിൽ ചെറിയ വീട് കെട്ടി ഇരിക്കണവർക്ക് ഭയങ്കര പാവങ്ങൾ, ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ അവരൊക്കെ സൂക്ഷിച്ചിരിക്കുക, പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ഗൈസ്, നമ്മുടെ രജനീകാന്ത്, പിന്നെ പല ബിഗ്ഗസ്റ്റ് ആക്ടേഴ്സ് ഇൻ തമിഴ്നാട് എവിടെയാണ് വീട് പറഞ്ഞാൽ പോയസ് ഗാർഡൻ നമ്മൾ സൂപ്പറായി പറയും. ആ പോയസ് ഗാർഡൻ്റെ അടുത്ത ഇങ്ങനെ ഒരു അവസ്ഥയാണ്, കണ്ടു നോക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് അവസ്ഥ. അവൻ്റെ അടുത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ നിറയെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് കൺസ്ട്രക്ഷൻ, മെട്രോ കൺസ്ട്രക്ഷൻ പറഞ്ഞിട്ട് ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എല്ലാം അവതാളത്തിലാവും. പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞ് റീബിൽഡ് ചെയ്യുമ്പോഴേക്കും സീനാവും. ഈ വീഡിയോ എന്തിനാ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചെന്നൈയിൽ ഇത്ര വലിയ കാര്യം നടക്കുന്നുണ്ട്. നമുക്കേ നടന്നിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞു വന്നു. ഈ വീഡിയോയിൽ എനിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞു വെച്ചാൽ, നമുക്കൊരവസ്ഥ വന്നപ്പോൾ 2018 നമുക്കൊരവസ്ഥ വന്നു, വെള്ളപ്പൊക്കം. അപ്പോൾ വന്നപ്പോൾ കൂടുതൽ പ്രൊഡക്ട്സ് ആണെങ്കിലും എന്ത് സാധനങ്ങളിൽ നിന്ന് സഹായിക്കുകയാണെങ്കിലും കുറേ സഹായിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ളവർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സഹായിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. അപ്പോൾ
നമ്മുടെ കേരള പീപ്പിള് അവരിനെ ഒന്ന് സഹായിക്കണം. എനിക്കറിയാം നമ്മൾ മറക്കാത്ത ആൾക്കാരാണ് പഴയതൊന്നും. അപ്പോൾ മറക്കാണ്ട് ലവ് ഈച്ച് അതർ, ഹെൽപ്പ് ഈച്ച് അതർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മീ യുവർ എബി. ബൈ ബ്രോസ്. ലവ് യു ഗൈസ് ആൻഡ് ടേക്ക് കെയർ ചെന്നൈ പീപ്പിൾ.